الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് കറകളഞ്ഞ മുവഹിദായി ജീവിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ തൗഫീഖ് നൽകുന്നവരുടെ ഗണത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ മാഇദ വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം, അതിലെ 2-ാമത്തെ അല്പം ദൈർഘ്യമുള്ള ഒരു വചനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് 2-3 വചനങ്ങൾ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. സർവ്വസാധാരണമായി നമ്മളൊക്കെ അത് കേൾക്കാറുള്ളതുമാണ്. അതിന്റെ ഒരൽപ്പം വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്താം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യന് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ അതിപ്രധാനമായ 2 അനുഗ്രഹങ്ങളാണ് ബുദ്ധിയും വിവേകവും എന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെട്ടാൽ, ഇത് ഇല്ലാതായാൽ, ഇത് അതുപോലെ ഉപയോഗപ്പെടുത്താതെ ഇരുന്നാൽ പിന്നെ മൃഗവും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറെ നാൾ മുമ്പ് കേട്ട ഒരു സംഭവമായിരിക്കാമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏതാണ്ട് 5000 കോടി ആസ്തിയുള്ള വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥൻ, അദ്ദേഹം രാത്രി സമയത്ത് ഫ്ലാറ്റിലേക്ക് മടങ്ങി വരുന്നു. താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ ഫ്ലാറ്റിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വൈകുന്നു. ആള് പ്രകോപിതനായി മാറി അയാളെ ആക്രമിക്കുന്നു. താൻ ഉപയോഗിച്ചിരുന്ന ഓടിച്ചുകൊണ്ടുവന്ന ആഡംബര വാഹനം ഉപയോഗിച്ച് അയാളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ മരിക്കുന്നു. അവസാനം നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിലെത്തി. വെറും 38 വയസ്സ് മാത്രം പ്രായം. 24 വർഷത്തെ തടവിന് വിധിച്ചു ജയിലേറിയിലേക്ക്.
80 ലക്ഷം രൂപ പിഴ കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. മക്കൾ ഒറ്റപ്പെടുന്നു, കുടുംബം ശിഥിലമാകുന്നു, സമ്പത്തെല്ലാം നശിച്ചു പോകുന്നു. ഇതൊരു സംഭവം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നമ്മുടെ ഒന്നും ഓർമ്മകളിൽ നിന്നും മാഞ്ഞിട്ടുണ്ടാവില്ല. അത്രയേറെ അന്ന് നമ്മളൊക്കെ അത് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഒരു അപകടമുണ്ടാകുന്നു, ആ അപകടത്തിന് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ പരിശോധിച്ചു നോക്കുന്നു, കുറെ ആളുകൾ ചേർന്ന്, കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഒരു സ്ത്രീയെ വലിച്ചിഴയ്ക്കുന്നു, കൊല്ലുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ അവസാനം തേടിയെത്തുമ്പോൾ, അതിന്റെ കാരണം അന്വേഷിച്ചെത്തുമ്പോൾ നമ്മൾ കാണുന്ന കാരണമാണ് ലഹരി. നേരത്തെ പറഞ്ഞ ബിസിനസ് മാഗ്നറ്റിനെയും ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ലഹരിയായിരുന്നു എന്നാണ് അവസാനം കണ്ടെത്തിയിട്ടുള്ളത്. എന്താ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ലഹരി മനുഷ്യനല്ലാതാക്കുന്നു എന്നത് തന്നെയാണ്. പിന്നിതെല്ലാം കഴിഞ്ഞ് വെളിവ് വരുന്ന സന്ദർഭത്തിൽ ആലോചിച്ചിട്ട് കാര്യമുണ്ടാവില്ല, ആലോചിക്കാനൊട്ട് നേരവും ഉണ്ടാവില്ല, നടക്കേണ്ടതെല്ലാം നടക്കും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വ ബോധത്തെ ഇല്ലാതാക്കുന്നു ലഹരി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുക എന്നുള്ളതാണ് അവന്റെ ഉത്തരവാദിത്വം, അവന്റെ ബാധ്യത. അതാണ് അവൻ നിറവേറ്റേണ്ടത്. ഒരു പിതാവെന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ നേരായ ദിശയിൽ നയിക്കുക, അതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പ് നമ്മൾ വായിച്ച ഒരു റിപ്പോർട്ടുണ്ട്. എന്താണ്? ഒരച്ഛൻ ചാരായം വാറ്റിയിട്ട് കുപ്പികളിലാക്കി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് കച്ചവടം നടത്തുന്നതും പിടികൂടിയതുമായ സംഭവം നമ്മൾ വായിച്ചു. ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ, നമ്മുടെ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് ദമ്പതികളെ അറസ്റ്റ് ചെയ്തു ഒരു ആഡംബര ഫ്ലാറ്റിൽ നിന്ന്. ഇതൊക്കെ നിങ്ങൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്തിനാണ് ഈ പത്രവാർത്തകൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ പോയി ചിന്തിച്ചോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദമ്പതികളാണ്. എന്തുമായിട്ടാണ് പിടികൂടിയത്? 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് പിടികൂടിയത്. ദമ്പതികളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഈ ജില്ലയിൽ നടത്തിയ വേട്ടയിൽ വമ്പൻ ലഹരി മരുന്ന് വേട്ടയായിട്ടാണ് ഇതിനെ പോലീസ് വിലയിരുത്തിയിട്ടുള്ളത്. മുമ്പൊക്കെ പല രൂപത്തിലുള്ള മദ്യങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ അതിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പൊ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് 27,000 ആയിരുന്നു എങ്കിൽ 2025 അത് 35,000 മീതെയാണ് കൗമാരപ്രായക്കാരെ പിടികൂടിയിട്ടുള്ളത്. 2025 തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 60ഓളം കൊലപാതക കേസുകളുണ്ട്. ആ കൊലപാതക കേസുകളിൽ പകുതിയും ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. റോഡ് അപകടങ്ങൾ ഏറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഇതൊക്കെ നമ്മളെ ചിന്തിക്കാനും മാറാനും മാറ്റാനും ഒക്കെ വഴിയൊരുക്കേണ്ടതാണെന്നുള്ളൊരു വാചകം മാത്രം ഇപ്പൊ ഞാൻ സൂചിപ്പിക്കട്ടെ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം അഥവാ UNODC എന്നതിന്റെ കണക്ക് പ്രകാരം 2023 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകമെമ്പാടും 31 കോടിയിലധികം മനുഷ്യർ ലഹരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗത്തിന് അടിമകളാണെന്നാണ്, വിധേയരാണെന്നാണ്. ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 28% അതിൽ തന്നെ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് UNOയുടെ കണക്ക്.
ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇഞ്ചിഞ്ചായി കൊല്ലുന്ന, മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ചു കളയുന്ന, എന്നാൽ വ്യക്തികളിൽ മാത്രം ഒതുങ്ങാത്ത, കുടുംബത്തിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും പടർന്നു പിടിക്കുന്ന, ഒരു വേള സമൂഹത്തോടും രാജ്യത്തോടുമുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരകമായ വസ്തുതയാണ് ഈ ലഹരിയുടെ ഉപയോഗം. പരമ്പരാഗതമായ ലഹരിക്ക് പുറമെ സിന്തറ്റിക് ലഹരിയുടെ വ്യാപനമാണ് ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും പ്രയാസവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിധേയരാക്കപ്പെടുന്നത്, വേട്ടയാടപ്പെടുന്നത് കൗമാരക്കാരും യുവാക്കളുമാണ് ലഹരി മാഫിയകളുടെ ഇരകളായി വരുന്നത്. അല്ലാത്തവരില്ല എന്നല്ല. ക്യാച്ച് ദം യങ് എന്നുള്ള സിദ്ധാന്തമാണ് ലഹരി മാഫിയയും അധർമ്മത്തിന്റെ ആളുകളും പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു രൂപം. വളരെ ചെറുപ്പത്തിലേ തന്നെ ഇതിന്റെ ആളുകളാക്കി വളർത്തിക്കൊണ്ടുവന്ന് അതിലൂടെ അവരെ നശിപ്പിച്ചെടുക്കുക എന്നുള്ള ചിന്ത. ഇത് സാധാരണയായി കുട്ടികളും കൗമാരക്കാരും ഒക്കെ യുവാക്കളും ഒക്കെ ഒരു ചെറിയ കൗതുകത്തിന്റെ പേരിലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ടായിരിക്കും ഇതിന്റെ തുടക്കം. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ട്, ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. നമ്മൾ കൂട്ടുകാരെ സാധാരണയായി വിശേഷിപ്പിക്കുന്നത് എന്റെ ചങ്കാണ് എന്റെ കൂട്ടുകാരൻ എന്നാണ്. അങ്ങനെ ഒരു ശൈലി എന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ ചങ്കുകളാണ് കുട്ടികൾ, എന്റെ ചങ്കുകളായ എന്റെ ഫ്രണ്ട്സ് എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ മാറി നിൽക്കുക, അതുകൊണ്ട് ഞാനൊന്ന് കൂടിക്കൊടുത്തതാണ് എന്നുള്ളതായിരിക്കും നിഷ്കളങ്കനായ ഈ വിദ്യാർത്ഥിക്ക് പറയാനുണ്ടാകുന്ന ന്യായം. പക്ഷെ ആ കൂടിക്കൊടുക്കൽ തന്നെ തകർത്ത് കളയുന്നതാണ്. തനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ തച്ചു തകർക്കുന്നതാണ്. തന്റെ ഉപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ആ പ്രതീക്ഷകളെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ഞാനില്ല, നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഒരു കുട്ടി എപ്പോഴും ആർജിക്കേണ്ടത് തിന്മകൾക്ക് നേരെ, വിശിഷ്യ ലഹരിക്ക് നേരെ എന്നാണ് ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് പ്രാപ്തരാകണം നിങ്ങളെ അതിന് നിങ്ങൾ പ്രാപ്തരാക്കണം. കൂട്ടുകെട്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ പല കാരണങ്ങളും കാണുന്ന കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ കവാടം കൂട്ടുകെട്ടാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു നല്ല കൂട്ടുകാരന്റെയും ഒരു ചീത്ത കൂട്ടുകാരന്റെയും ഉപമ കസ്തൂരി വിൽക്കുന്നവനെയും പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയും ആകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചത് അതുകൊണ്ടാണ്. ഈ ലഹരി ഉൾപ്പെടെയുള്ള എന്തൊക്കെ അധാർമികതകൾ ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ കാണുന്നുവോ, അതിന്റെ പേരിൽ നാം പരിതപിക്കുന്നുവോ, അതിന്റെ പേരിൽ രക്ഷകർത്താക്കൾ കയ്യും കാലിട്ട് അടിക്കുന്നുവോ, അതിന്റെയൊക്കെ ഒന്നാമത്തെ കവാടം കൂട്ടുകെട്ട് തന്നെയാണ്. ഒറ്റയ്ക്ക് ഏറ്റവും നല്ല മക്കളാണ് എല്ലാവരും. പക്ഷേ കൂട്ടുകൂടുമ്പോൾ അവരല്ലാതായി മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു ഉപമയാണ്. ഒരു നല്ല കൂട്ടുകാരൻ കസ്തൂരി വിൽക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്നുകിൽ നിനക്ക് ദാനമായി നൽകാം, അതല്ലെങ്കിൽ അവനിൽ നിന്ന് കസ്തൂരി നിനക്ക് വാങ്ങാം, അതുമല്ലെങ്കിൽ അവന്റെ കൂടെ സഞ്ചരിച്ചാൽ ആ കസ്തൂരിയുടെ മണം നിനക്ക് ആസ്വദിക്കാം. എങ്ങനെയായാലും ഗുണമാണെന്ന്. അതേസമയം ഉലയിൽ ഊതുന്നവന്റെ അടുക്കലാണ് പോയിരിക്കുന്നതെങ്കിലോ അവൻ ഉല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ അത് ഇവന്റെ ശരീരത്തേക്ക് വന്ന് ഭവിക്കാം, അവന്റെ വസ്ത്രങ്ങൾ കേടാക്കാം, അവന്റെ ശരീരം കരിക്കാം. ഇനി അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെക്കുക, അത് ഉരുക്കുമ്പോഴുണ്ടാകുന്ന ഒരു മോശമായ മണമുണ്ടാകും, ചീത്ത മണം. അതായിരിക്കും അവൻ അനുഭവിക്കേണ്ടി വരിക. സാധാരണ കൂട്ടുകാരോട് ചേർന്നാൽ തന്റെ ഇടമുള്ളവർ, മൂല്യങ്ങളെ കുറിച്ച് ബോധമുള്ളവർ, ആ കൂട്ടുകാരന്റെ ചെയ്തികളുടെ ഒപ്പമല്ല നീങ്ങേണ്ടത്, ആ കൂട്ടുകാരനെയും കൂടി നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കെൽപ്പാർജിക്കുക എന്നുള്ളതാ
അത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ആർക്കും കിട്ടാറില്ല, ഉണ്ടാകാറുമില്ല, വളരെ വിരളമായിട്ടുണ്ടായേക്കാം. കാരണം ഇവരതിനോടങ്ങ് കൂടും. ഒരു രസമാണല്ലോ എല്ലാ കാര്യവും, ഒരു രസം, അല്പസമയം, പിന്നെ കാലാകാലം നരകയാതന. മരണാനന്തര ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കത്തിക്കാളുന്ന നരകാഗ്നി, അവൻ അടുക്കാനും ചിന്തിക്കാനും പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ കൗമാരക്കാരെയാണ് ഇങ്ങനെ പിടികൂടുക. ഈ കൗതുകത്തിന് വേണ്ടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടങ്ങുന്ന കാര്യം പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയാത്ത ഗുരുതരമായ അവസ്ഥയിലേക്കാണ് എത്തുക. കിട്ടാതായാൽ വിഭ്രാന്തിയായി മാറി. ആ വിഭ്രാന്തി ചിലപ്പോൾ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും കഴുത്തറുത്തു കൊല്ലുന്നതിനും സ്വന്തം സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ അവനെ വഴിയൊരുക്കും. കാരണം അവന്റെ വിവേകം പോയി, അവന്റെ ബുദ്ധി പോയി, പിന്നെ അവൻ മൃഗതുല്യനായി. ഇതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ 2 അനുഗ്രഹങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ലഹരിക്കെതിരെ നിയമങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. പക്ഷെ ഏട്ടിലെ പശു പുല്ല് തിന്നാറില്ല എന്ന് പറയുന്നത് പോലെ അതൊന്നും വേണ്ട വിധത്തിലാകാറില്ല. ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും ഇതിൽ നിന്ന് മുക്തമാക്കുവാനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പലരും പല രൂപത്തിൽ നടത്താറുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോകുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള, ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നതും അതേപോലെ കടലാസിലാകരുതേ എന്നുള്ള വലിയ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ആ വിഷയത്തിൽ നമുക്കൊക്കെ ഉള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു നല്ല പദ്ധതിയായിട്ട് തോന്നുന്നു. നമുക്കറിയാം, ആ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾ, മണിക്കൂറുകൾക്കകം ഒരുപാട് അറസ്റ്റുകൾ നടന്നു, ഒരുപാട് റെയ്ഡുകൾ നടന്നു. ഇപ്പോഴും അതിന്റെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേരെ പിടികൂടുന്നു. ആ കൂട്ടത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ദമ്പതികളെ പിടികൂടിയതും ആ കൂട്ടത്തിൽ തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പിടിച്ചെടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് 18 കോടി ഒരു ഭാര്യയും ഭർത്താവും കൂടി സൂക്ഷിച്ചിരുന്നത്. അവർ അന്താരാഷ്ട്ര രംഗത്തുള്ള ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ലിങ്കാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെ അത് തുടങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒടുങ്ങിപ്പോകരുത് എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. ഞാനത് ഈ മിമ്പറിൽ നിന്ന് പറയാൻ കാരണം, ഇക്കാര്യത്തിൽ മറ്റാരേക്കാളും കൂടുതൽ ഈ വിഷയത്തോട് ചേർന്ന് നിൽക്കാൻ, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ മറ്റാരേക്കാളും കൂടുതൽ അർഹതയുള്ളവരാണ് ഞാനും നിങ്ങളും എന്നത് തന്നെയാണ്. കാരണം നിങ്ങൾ നോക്ക്, ലോകത്താദ്യമായി മദ്യവിമുക്ത സമൂഹത്തെ സൃഷ്ടിച്ച മതമേതാ? അത് ഇസ്ലാമാണ്. ലോകത്താദ്യമായി ലഹരി നിഷിദ്ധമാണെന്ന് ആധികാരികമായി അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ച ഗ്രന്ഥമേതാ? അത് ഖുർആനാണ്. അപ്പൊ ആ ഇസ്ലാം ഉൾക്കൊണ്ട് ആ ഖുർആന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലെങ്കിലും ഇതിനെതിരെയുള്ള നീക്കം നമ്മളിൽ നിന്ന് സദാ ഉണ്ടാകേണ്ടതാണ്, എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഇതിനൊരു സാഹചര്യം വരുമ്പോൾ ആ പുണ്യത്തോട്, ആ നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ സഹകരിക്കേണ്ടത് പുണ്യത്തിലും നന്മയിലും തഖ്വയിലും ആണ്, ധർമ്മനിഷ്ഠയിലുമാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റത്തിലും അക്രമങ്ങളിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന ഖുർആന്റെ സന്ദേശമാണ് ഇങ്ങനെയുള്ള നന്മകളോട് ചേർന്ന് നിൽക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും അർഹർ നമ്മളാണ് എന്ന് തന്നെ ഞാൻ അടിവരയിടുന്നു. ഇതൊരു തൂഫാൻ, കൊടുങ്കാറ്റെന്നോ വെള്ളപ്പൊക്കോ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണത്. ആ തൂഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തിനെതിരെ നടത്തിയ ഒരു തൂഫാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം, നമ്മളത് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഒന്നുകൂടി, അന്നത്തെ അറബി സമൂഹം കേവലം മദ്യപന്മാര് മാത്രമായിരുന്നില്ല. അവര് മദ്യത്തിൽ ജനിച്ചവരായിരുന്നു, മദ്യത്തിൽ വളർന്നവരായിരുന്നു, മദ്യത്തിൽ മരിച്ചവരായിരുന്നു, മരണാനന്തരവും മദ്യം ലഭിക്കാൻ വസിയ്യത്ത് ചെയ്തിരുന്നവരായിരുന്നു. ഒന്നാലോചിച്ചു നോക്കി ഈ വാക്കുകൾ നിങ്ങൾ. അവർ ജനിച്ചത് മദ്യത്തില്, വളർന്നത് മദ്യത്തില്, മരിച്ചത് മദ്യത്തില്, മരണാനന്തരം മദ്യം ലഭിക്കാൻ വസിയ്യത്ത് ചെയ്തിരുന്നവർ. ചരിത്രം രേഖപ്പെടുത്തിയതാണിത്. ഇതിലപ്പുറം ഒന്ന് പറയാനുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്ക്. ഇദാ മിത്തു ഫദ്ഫന്നീ ലാ ജംബി കർമത്തിൻ
നുറബ്ബി ഇളാമി ബഅദ മൗതി യറൂഖുഹാ വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹാ. ഒരു കവി തന്റെ മകളെ വിളിച്ചു നൽകിയ വസിയ്യത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വെറുതെ അല്ല. എന്ത്? മരണാനന്തരവും മദ്യം ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഈ കവി മകളോട് പറഞ്ഞ വാക്യതാണ്, മോളെ, ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമത്തിൻ, ഞാൻ മരിച്ചാൽ ഒരു മുന്തിരിവള്ളിയുടെ അടിയിൽ എന്നെ കുഴിച്ചിടണം. തുറബ്ബി ഇളാമി ബഅദ മൗതി യറൂഖുഹാ, എന്തിനാ? എന്റെ മരണശേഷവും എന്റെ നടപ്പുകൾ അതിൽ നിന്ന് എന്റെ എല്ലുകൾ അതിൽ നിന്ന് ഇങ്ങനെ ഉറിഞ്ചി കുടിക്കട്ടെ. നോക്കുങ്ങൾ. എന്നിട്ട് പറയുന്നു, വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നനി, വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ നിങ്ങൾ കുഴിച്ചിടരുത്. അഖാഫു ഇദാ മാ ദുംതു അല്ലാ അദൂഖഹാ, എനിക്ക് ആ മുന്തിരിവള്ളിയുടെ ടേസ്റ്റ്, രുചി ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മകളോട് ഉപദേശിച്ച, മദ്യത്തിൽ ജനിച്ച, മദ്യത്തിൽ വളർന്ന, മദ്യത്തിൽ മരിച്ച, മരണാനന്തരം മദ്യം കിട്ടാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തു കൊടുത്ത ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്. അത് നിയമം കൊണ്ടായിരുന്നില്ല. കാരണം ഒരു തെറ്റിൽ മുഴുകി ജീവിക്കുന്നവനെ ഒറ്റയടിക്ക് മോചിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മനഃശാസ്ത്രമാണത്. പ്രവാചകൻ ചെയ്തതെന്താ? വിശുദ്ധ ഖുർആൻ ചെയ്തതെന്താ? ഘട്ടം ഘട്ടമായി അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു. ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ കുറ്റം, അതിന്റെ ഉപകാരം ഉപദ്രവം ഉപകാരത്തെക്കാൾ കൂടുതലാണെന്ന് പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയിലെ 219 വചനം ആയത്തൊന്നു ഓതി ഞാൻ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത് സൂറത്തുൻ നിസായിലെ 43 വചനത്തിലൂടെ ലാ തഖറബുസ് സലാത്ത വഅൻതും സുക്കാറ, ലഹരി ബാധിച്ചുകൊണ്ട് നിസ്കാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. 2 ഘട്ടം. മൂന്നാമത്തെ ഘട്ടം അത് സൂറത്തുൽ മാഇദയിലെ 90-91 വചനമാണ്. വളരെ വിശദീകരിച്ച് അതിന്റെ എല്ലാ ദൂഷ്യങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിലൊരു വാക്ക് പറഞ്ഞു, ഫജ്തനിബൂ, മാറി നിന്നോ നിങ്ങൾ അതിൽ നിന്ന്, വർജിക്കുക നിങ്ങളതെന്ന്. മറ്റേ രണ്ടിലും വർജിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഓരോരുത്തർ അതിനനുസരിച്ച് അവരുടെ മനസ്സ് പാകപ്പെട്ടു വന്നു. മൂന്നാമത്തെ നിയമം വന്നപ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് അവർക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. ആ മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി അള്ളാഹു ചോദിച്ചു, ഫഹൽ അൻതും മുന്തഹൂൻ, ഇനിയും നിർത്തിക്കൂടെ നിങ്ങൾക്കിത്? ഒറ്റ മറുപടി, ഇന്തഹൈനായ അല്ലാഹ്, ഇന്തഹൈനായ റസൂലല്ലാഹ്, ഇതാ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു അല്ലാഹുവേ, ഇത് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു റസൂലേ എന്ന് മറുപടി പറയാൻ മാത്രം അവരുടെ മനസ്സിനെ മാറ്റിയെടുത്തത് ഭൗതികമായ നിയമമോ പോലീസോ റെയ്ഡോ ഒന്നുമായിരുന്നില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പരലോകത്തെ കുറിച്ചുള്ള ബോധവും അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചുണ്ടോടടുപ്പിച്ച മദ്യചഷകം കൈകൊണ്ട് തട്ടിയെറിഞ്ഞു. വായിലുണ്ടായിരുന്ന മദ്യം അവർ തുപ്പിക്കളഞ്ഞു. വയറ്റിലെത്തിക്കഴിഞ്ഞ മദ്യം അവർ ഛർദ്ദിച്ചു കളഞ്ഞു. അവരുടെ ഗോഡൌണുകളിലിരുന്ന ബാരലുകളിലിരുന്ന മദ്യം എന്തു ചെയ്തു? കോടാലി കൊണ്ട് മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ച് മദീനയിലെ തെരുവീതിയിലൂടെ പുഴയൊഴുക്കി. ചരിത്രം അതാണ് പറഞ്ഞെന്ന്. അതൊരു തൂഫാനാണ്. ആ തൂഫാനോടൊന്നും എത്താൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ പരിഹാര മാർഗത്തിലൂടെ തന്നെ, ബോധവൽക്കരണത്തിന്റെ മാറ്റി നിർത്തലിന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സൂചിപ്പിക്കട്ടെ. ഞാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അറബിയിൽ ലഹരിക്ക് സാധാരണ പറയുന്ന വാക്ക് ഖംർ എന്ന വാക്കാണ്. ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇന്നമൽ ഖംറു വൽ മൈസിറു എന്നൊക്കെ തുടങ്ങുന്ന വചനങ്ങൾ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഖംർ എന്നുള്ള പദമാണ്. ഖംർ എന്നത് ഖമറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്ന അർത്ഥം വരുന്നതിൽ നിന്ന് വരുന്ന വാക്കാണ് ഖംർ. തലമറയ്ക്കാൻ ഉപയോഗിക്കുന്ന, തലമുടി മറയ്ക്കാൻ ഉപയോഗിക്കുന്ന തട്ടത്തിന് ഖിമാർ എന്ന പദം വരുന്നത് ഇവിടെ നിന്നാണ്. ഖമറ, ഖംർ, ഖിമാർ. മറച്ചു വെക്കുന്നു. എന്തിനെ മറച്ചു വെക്കുന്നു? മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു കളയുന്നു, അവന്റെ വിവേകത്തെ മറച്ചു കളയുന്നു.
അവന് എന്തെല്ലാം മനുഷ്യത്വമുണ്ടോ അത് മുഴുവനും മറച്ചു കളയുന്നു. അതുകൊണ്ട് ആ പേര് തന്നെയാണ് അതിന് കൊടുത്തത്. ലഹരി എന്നാൽ മദ്യം എന്ന് കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാത്രമാണെന്ന് അന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആധുനിക ലോകത്ത് പേര് പറയപ്പെടുന്നത് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പേരുമാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു. എന്താണ് ആ മുന്നറിയിപ്പ്? ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തിൽ ഖംർ. എന്റെ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ മദ്യം ഉപയോഗിക്കും, അവർ കുടിക്കും. എന്നിട്ട് യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ, ഈ പേര് ഖംർ എന്ന പേരല്ലാത്ത, മദ്യം എന്ന പേരല്ലാത്ത പല പേരും അവർ പറയും, എന്നിട്ട് അത് ഉപയോഗിക്കും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറഞ്ഞു വെച്ച വാക്കുകൾ. എന്തെന്തരയോ പേരുകളുണ്ട്. ഞാൻ പേര് പറഞ്ഞാൽ കുട്ടികളൊക്കെ കാണാതെ പഠിച്ചാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പറയണില്ല, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, അതിന്റെ പേരെന്തായിരുന്നാലും അതിന്റെ രൂപം എന്തായിരുന്നാലും അത് ഏത് രൂപത്തിലുള്ളതായിരുന്നാലും ഒറ്റ വിധിയേ ഇസ്ലാമിനുള്ളൂ. എന്താണ് ആ വിധി? കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്. അത് സിന്തറ്റിക് ലഹരികളായിരുന്നാലും മറ്റേതായിരുന്നാലും ശരി, എല്ലാം പിന്നെ ഖംറാണ്. എന്നിട്ടോ അങ്ങനെ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നാം ഓർക്കുക. അപ്പം അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും ഹറാമാണ്, നിഷിദ്ധമാണ്. സ്റ്റാമ്പല്ലേ, മറ്റേതല്ലേ, മറിച്ചേതല്ലേ, മണത്ത് നോക്കുന്നതല്ലേ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എന്തും. അതുപോലെ തന്നെ ലഹരിയെ സംബന്ധിച്ചിടത്തോളം അത് കട്ടിയുള്ളതാണോ കട്ടി ഇല്ലാത്തതാണോ ഇതൊന്നും പ്രശ്നമല്ല. ലഹരിയാണോ അത് മാറ്റിവെച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം എന്ന് പറഞ്ഞത്. ഇനി ഏത് തരത്തിൽ പലപ്പോഴും ചില ന്യായങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, ഒരു രസത്തിനല്ലേ, അതുപോലെ തന്നെ ഒരു കമ്പനിക്കല്ലേ, ടെൻഷൻ മാറാനല്ലേ, കടുത്ത തണുപ്പുള്ള പ്രദേശത്ത് പോയാൽ ഒരല്പം ചൂട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്പമൊക്കെ ആകാം, ഒരു പഫ് അല്ലെങ്കിൽ ഒരു സ്മോള്, ഇതൊക്കെ വാക്കുകളാണ്, ഇതൊക്കെയാണ് ന്യായം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ മുൻകൂട്ടി പറയാൻ സാധ്യതയുണ്ട്, ന്യായങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നൽകിയ ഒരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം എന്നറിയോ? ഇസ്ലാം ആ വാതിലുകളെല്ലാം അങ്ങ് കൊട്ടിയടച്ചിട്ട് ഇസ്ലാം പറഞ്ഞു, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം അതിൽ അധികവും, കസീറുഹു അതിൽ കൂടുതൽ ശക്തിയുള്ളത്, ഫഖലീലുഹു കൂടുതലുള്ളത്, അതിൽ അല്ലെങ്കിൽ കുറച്ചുള്ളത് എല്ലാം ഹറാമാണ്, അടുത്തുകൂടാന്നർത്ഥം. തന്നെയുമല്ല ഉമ്മുൽ ഖബായിസ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം വിശേഷിപ്പിച്ചത്. സർവ തിന്മകളുടെയും മാതാവ്. ഖംറിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. വേറെ ഹദീസിൽ ഉമ്മുൽ ഖബായിസ് എന്നുണ്ട്. സർവനീച പ്രവൃത്തികളുടെയും കേന്ദ്രമാണ് ഖംർ. വഅക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപമാണത്. മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഅമ്മത്തിഹി വഖാലത്തിഹി. അതവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനവന്റെ സ്വന്തം ഉമ്മയോട്, സ്വന്തം പിതൃ സഹോദരിയോട്, സ്വന്തം മാതൃ സഹോദരിയോട്, ചിലപ്പോൾ അനാവശ്യമായ ചെയ്തികൾക്ക് പോലും പൊയ്പോകും. സ്വന്തം മകളെപ്പോലും ലഹരിയുടെ ഉള്ളിൽ പെട്ടുകൊണ്ട് സ്വന്തം മകളെപ്പോലും കശക്കിയെറിഞ്ഞ എത്രയോ സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ ഈ മലയാള നാട്ടിൽ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാവിധത്തിലും ഇങ്ങനെ വ്യക്തികളെ ഇങ്ങനെ തകർക്കുക, കുടുംബ ബന്ധങ്ങൾ തകർക്കും, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും, അപകട മരണങ്ങൾ വരും, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അക്രമങ്ങൾ പെരുകും. അതുകൊണ്ട് പിന്നെ രോഗങ്ങൾ സ്വന്തം തന്നെ വിലക്ക് വാങ്ങും. കരൾ രോഗം, ഹൃദ്രോഗം, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വിലക്ക് വാങ്ങാം. ഖുർആൻ പറഞ്ഞു നമ്മളോട്, വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക. നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിൽ കൊണ്ടുപോയി ചാടിക്കരുത്. ഇതൊക്കെ നാശമാണ്. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും.
നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇതൊക്കെ നാം നമ്മെ തന്നെ കൊല്ലുന്നതിന് തുല്യമായ കാര്യമാണ്. ഉപയോഗിക്കുന്നവരും സമ്മതിക്കും, എന്ത് ഇത് ശരിയല്ല, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുഴുക്കുടിയന്മാരായ ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു മുഴുക്കുടിയനായ ആള് തന്റെ മകളെ മറ്റൊരു മുഴുക്കുടിയന് കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ടോ? നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളി. വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാകാം കൂട്ടുകെട്ടിന്റെ പേരിൽ, അത് വേറൊരു വിഷയം. കാരണം അവനറിയാം എന്റെ ജീവിതം തകർന്നു പോകുന്നു. എന്നിട്ടാണ് സ്വയം ഉപയോഗിക്കുന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര ഗൗരവത്തോടു കൂടി കണ്ടത്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ പറയാറുള്ള ചില ന്യായീകരണങ്ങളാണ്. ഞാൻ കുടിക്കുന്നില്ല, ഞാൻ വെറുതെ കുടിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ അതുപോലെ മദ്യപാന സദസ്സുകൾ, ബിസിനസ് മീറ്റിങ്ങുകൾ, ഫംഗ്ഷനുകൾ, അതുപോലെ തന്നെ ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ ഏറ്റവും ഹരമായി മാറിയിരിക്കുന്ന DJ പാർട്ടികൾ, ഉന്നതങ്ങളായ ഹോട്ടലുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലെയും കല്യാണ തലേ ദിവസം രാത്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ക്ഷമിക്കുക എന്നോട് നിങ്ങൾ, പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അത് കുട്ടികളല്ലേ, ചെയ്തോട്ടെ. പുതിയ തലമുറയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. പറ്റില്ല, നോ പറയാൻ കഴിയണം ഒരു രക്ഷകർത്താവിന്. മാതാവിനും പിതാവിനും കഴിയണം, നോ മോൻ, ഇത് മോളെ, ഇത് പറ്റില്ല, നമുക്ക് ആർജവമില്ല. അപ്പൊ എല്ലാം അനുഭവിക്കുക തന്നെ, എന്നിട്ട് ന്യായീകരിക്കുക തന്നെ. വല്ലാത്ത അവസ്ഥയാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവൻ മദ്യം വിളമ്പുന്ന സുപ്രയിൽ ഭക്ഷണത്തളിയുടെ അടുത്ത് പോലും ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം എന്താ? അതിലേക്ക് പോകും, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. അപ്പൊ പുതിയ തലമുറ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും നമ്മളുടെയൊക്കെ കലാലയങ്ങളുടെ സൈഡിൽ ഒരുപാട് വേട്ടക്കാരുണ്ട് ഇതുമായിരുന്നു കൊണ്ട്, മിഠായികളായിട്ട്, രസത്തോടു കൂടി കുടിക്കാൻ പറ്റുന്ന പാനീയങ്ങളായിട്ട്, സ്റ്റാമ്പുകളായിട്ട്, അങ്ങനെ അരുതാത്തതൊന്ന് ആണ് എങ്കിൽ ധൈര്യസമേതൻ നോ എന്ന് പറയാനുള്ള തന്റെ ഇടം എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ ആർജിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, നിങ്ങളുടെ കുടുംബം നശിക്കും, ഈ രാജ്യത്തിന് ഉപകാരപ്പെടേണ്ട നിങ്ങൾ ഒന്നുമല്ലാതെയായി മാറും. അതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ലഹരിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ നാം തയ്യാറാവുക. അങ്ങനെ പരസ്പരം സഹകരിച്ച്, നന്മയിലും പുണ്യത്തിലും സഹകരിച്ച്, ശത്രുതയിലും പകയിലും കുറ്റത്തിലും സഹകരിക്കാതെ പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു എന്നെയും നിങ്ങളെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ലഹരിയിൽ നിന്ന് മുക്തരാകാൻ ഓരോരുത്തരും അവരവർ സ്വയം തീരുമാനിക്കുകയും അതിനോട് അടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വളരുന്ന തലമുറ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏറ്റവും കൂടുതൽ അട്ടിപ്പായിക്കപ്പെടുന്നത് അവരാണ്. അതുകൊണ്ട് അവർ സ്വയം തീരുമാനമെടുക്കുന്നതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ എടുക്കേണ്ട തീരുമാനമുണ്ട്. എന്താണ് രക്ഷകർത്താക്കൾ എടുക്കേണ്ട തീരുമാനം? നഴ്സറി കുട്ടിയല്ലല്ലോ അവൻ, നഴ്സറി കുട്ടിയല്ലല്ലോ അവൾ. ഇതാണ് ന്യായം പറയും. അവൻ വലുതായി, അവൾ വലുതായി, അവർക്കറിയാം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും. അങ്ങനെ കണ്ണും കൂട്ടി നമ്മളങ്ങോട്ട് വിടും. വിട്ടുകഴിഞ്ഞതിന് ശേഷം ആണായാലും പെണ്ണായാലും ചെന്നുകൂടുന്ന കൂട്ടങ്ങൾ ഏതാണെന്ന് നമ്മൾ അറിയാറില്ല. അവരിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവരങ്ങനെ അങ്ങോട്ട് ജീവിക്കും. അവസാനം എന്തിൻ്റെങ്കിലും കെണിയിൽ പെട്ടതിന് ശേഷം കയ്യും കാലും മുട്ടടിക്കുന്ന, നിലവിളിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് അവർ ചെയ്യണം.
സമൂഹം ചെയ്യേണ്ടതുണ്ട്. അതെന്താണ് സമൂഹം ചെയ്യേണ്ടത്? തിന്മകളോട് കണ്ണടക്കേണ്ടവരല്ല സമൂഹം. തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം. അതിന് ഈ സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നമ്മുടെ മഹല്ലുകളുണ്ട്. ആ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം. അതിനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് നടത്തുന്നവരോടൊപ്പം ഒന്ന് ചേർന്ന് നിന്ന് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കൗൺസിലിങ്ങോ ചികിത്സയോ ഒക്കെ നടത്തി അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുക. അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അന്ധകാരത്തിലേക്കായിരിക്കും അവർ പോവുക. സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പലതുമുണ്ട്. അതിലൊന്ന് ഇതിനെ ലഭ്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുക, കുറേശ്ശെ എന്നുള്ളത്. എത്രത്തോളം കഴിയും എന്ന് പറയുന്ന എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കലാലയങ്ങൾക്ക് ചുറ്റും ഇത് ലഭ്യമാകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. വളരെ ശ്രദ്ധ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അത് എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും, കുറേശ്ശെ എന്നിട്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം. അതുപോലെ തന്നെ ബോധവൽക്കരണം, ശക്തമായ ബോധവൽക്കരണം. ഈ ലഹരി മാഫിയകൾ ചെറുപ്പത്തിലെ കുട്ടികളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെതിരെ കുട്ടികളെ ബോധവാന്മാരാക്കുന്ന പാഠഭാഗങ്ങൾ, പഠിപ്പിക്കലുകൾ, ധാർമ്മിക ചിന്തകൾ, കുട്ടികൾ അങ്കുരിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ, ചരിത്രങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളൊക്കെ അവരുടെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കപ്പെടണം. അതിനോട് വെറുപ്പുണ്ടാക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അവരിൽ. അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ബോധ്യം അവർക്കുണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പാഠപുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അത് മതഭാഗങ്ങൾ പഠിക്കുന്നതോടുകൂടി കുട്ടികൾ വല്ലാതെ ആയി പോകുന്നത് പേടിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ പലതുമായിട്ട് ഇറങ്ങി നടക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ശക്തമായ ശിക്ഷാ നടപടികളാണ്. പഴുതില്ലാത്ത, മുഖം നോക്കാതെയുള്ള, രാഷ്ട്രീയമോ മതമോ എന്ത് കാര്യമോ, സമ്പന്നനോ അതേപോലെ സെലിബ്രിറ്റികളോ എന്നൊന്നുള്ള ചിന്തയില്ലാതെ ആരൊക്കെയാണോ ഇതിന്റെ പിന്നാലെ പോകുന്നത് അവരെ പിടികൂടുമ്പോൾ കർശനമായ ശിക്ഷാ നടപടി സ്വീകരിക്കുക. എന്നിട്ട് ബോധവൽക്കരണത്തോടൊപ്പം ശിക്ഷാ നടപടിയും ഒപ്പം തന്നെ ഇവരെ ശിക്ഷിച്ച് ജയിലിലോ മറ്റോ ഇട്ട് പുറത്തിറങ്ങി വന്ന് ഇതിലും വലിയ മദ്യ കച്ചവടക്കാരായി, ലഹരി മാഫിയകളായി മാറുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ജയിലുകൾക്കുള്ളിലും നടക്കേണ്ടതുണ്ട്. അങ്ങനെ നാനാതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ്, അതുപോലെ തന്നെ എത്ര കണ്ട് പ്രായോഗികമാണെന്നറിയില്ല, എന്നാലും ഒരഭിപ്രായം പറയാം, ലഹരി ഉപയോഗിക്കുന്നവരെ വലിയ വലിയ പദവികളിൽ കൊണ്ടുവരുന്നതിൽ നിന്ന് അകറ്റി നിർത്തുക. ലഹരി ഉപയോഗിക്കുന്നവരെ ഉദ്യോഗങ്ങളിൽ നിയമിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തുക. കഴിയാത്ത കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരു രണ്ട് പാർട്ടികളൊന്ന് എടുത്തു നോക്കുക. ഒന്ന് അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചു, അതിൽ എത്ര ആളുണ്ടാവും, എത്ര ആളുടെ പിന്തുണ ഉണ്ടാകും. അതേസമയം അതിൽ ആഘവത്തോടുകൂടി കാണുന്നവരുണ്ടെങ്കിൽ ആർക്കാണ് പിന്തുണ ഉണ്ടാകും നമുക്കൊക്കെ അറിയാം. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ബഹുമുഖങ്ങളായ നീക്കങ്ങൾ അതാണ് വളരെ കരുതി ജാഗ്രതയോടുകൂടി ഇതിനു വേണ്ടി ഉണ്ടാകേണ്ടത്. അതിന്റെ കൂടി നിൽക്കാൻ മറ്റാരേക്കാളും കൂടുതൽ അർഹരാണ് നമ്മൾ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കല്ലാതെ ഇത്ര ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ മറ്റാർക്കും കഴിയില്ല. പക്ഷേ നമ്മളുടെ പേരുകളും ഇതിൻ്റെ ഇടയിൽ പൊന്തി വരുമ്പോൾ വലിയ പ്രയാസവും വിഷമവും ഉണ്ട് എന്ന് പറയാതിരിക്കാനും വയ്യ. അതിന് നമ്മളുടെ ഉമ്മത്തും മുസ്ലിമെയാണ് അതിന് ഗൗരവമായ നീക്കങ്ങൾ നടത്തേണ്ടത്. ഇനിയും കൂടുതൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല നീക്കം നടത്തി ലഹരി മുക്തമായ ഒരു നല്ല നാടിനു വേണ്ടി, നല്ല സമൂഹത്തിനു വേണ്ടി, നമ്മുടെ പിൻതലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് നേരത്തെ പറഞ്ഞ ലഹരി എന്ന് മാത്രമല്ല ഏത് അധർമ്മങ്ങൾക്കെതിരെയും തെറ്റുകൾക്കെതിരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിൽ മനസ്സ് ഉടക്കുന്ന ഏറ്റവും നല്ലവരായി തീരാൻ നമ്മളെയും നമ്മുടെ പിൻതലമുറയെയും ഈ നാട്ടിലെ ജനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു
ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശയ്യാവലംബികളായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഏത് കാര്യത്തിലും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.